നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പി ദിവ്യയും സ്വപ്ന സുരേഷിൻ്റെ വഴിക്കാണോ പോകുന്നത്? പി ദിവ്യ പോകുന്നു, ഇത് ദിവ്യ അയ്യർ വരുന്നു. സ്വപ്ന സുരേഷിനെ പറ്റിയത് ഇതുപോലെ തന്നെയായിരുന്നു. സ്വപ്ന സുരേഷ് എല്ലാം മറന്ന് സേവനം ചെയ്യുക ചെയ്ത് ബോസ് എന്ത് പറഞ്ഞോ അതൊക്കെ ചെയ്തു കൊടുത്തു. അവസാനം ബലിയാടായി. ഇത് ജീവിതത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നത്. നമ്മളെ കരുവാക്കാൻ മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമ്മൾ അത് ചെയ്യാണ്ടിരിക്കുകയെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. അപ്പോൾ ദിവ്യയുടെ കുറ്റപത്രം, ദിവ്യ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരും, അത് വേറെ കാര്യം. കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മഹത്യ പ്രേരണ ദിവ്യ ചെയ്തു എന്നാണ്. എന്തോ ദിവ്യ ചെയ്ത്? ദിവ്യ അയാൾ ചെയ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞു, അത് അപമാനിക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ അപമാനം കൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അത് പോലീസിൻ്റെ, നാട്ടുകാരുടെ എല്ലാവരുടെയും നിഗമനമാണ്. അല്ലേ ആ നിഗമനത്തിലെത്താനുള്ള ചരടുവലികൾ അന്ന് രാവിലെ തൊട്ട് ചെയ്തു. അതായത് ഇതിൻ്റെ തിരക്കഥ എഴുതിയവർക്ക് അതായിരുന്നു ഉദ്ദേശം. പാവം ദിവ്യയ്ക്ക് അതറിയത്തില്ലായിരുന്നു. ദിവ്യയോട് പറഞ്ഞ് അയാളെ ഒന്ന് അപമാനിച്ച് വിട്ടേക്കണം. ദിവ്യ അത് ഭംഗിയായിട്ട് ചെയ്തു. ഈ നിഗമനങ്ങളും അനുമാനങ്ങളും തെളിവുകളായിട്ട് കോടതിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ബാങ്കുകാർ ജപ്തി ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങളുള്ള കുടുംബനാഥന്മാരും കുടുംബത്തോടെയും ആത്മഹത്യ ചെയ്യുന്നു. വീടും സ്ഥലവും ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ബാങ്ക് മാനേജർക്ക്, ബാങ്ക് ഓഫീഷ്യൽസിനെല്ലാം എതിരെ ആത്മഹത്യാ പ്രകടന കുറ്റം എത്ര പേരെ ചുമത്തിയിട്ടുണ്ട് ഇന്ന് വരെ? ഏതെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരം നിഗമനങ്ങളും അനുമാനങ്ങളും ഒന്നും ഒരാളെ കുറ്റക്കാരനാക്കാൻ സാധ്യമല്ല. പക്ഷെ ദിവ്യയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, പാർട്ടിയിലും അല്ലാതെയുള്ള അവഗണന ആരും മൈൻഡ് ചെയ്യാതായപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരിയെ ചവറ്റുകൊട്ടയിലെ കെറിഞ്ഞു കളഞ്ഞത്. അതാണ് ഇപ്പോഴത്തെ കുമ്പസാരം എപ്പോഴും നല്ലതാണ്. അന്തരം എപ്പോഴും മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ്. കത്തോലിക്ക സഭയിൽ പറയുന്നുണ്ട്, ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം, അതും പെസഹക്കാലത്ത്. അതായത് ഈ ഈസ്റ്ററോട് അനുബന്ധിച്ച് ആയിരിക്കണം ആ കുമ്പസാരം, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. അതാണ് ഇപ്പോൾ ദിവ്യ ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ദിവ്യ കത്തോലിക്ക മതം സ്വീകരിക്കുമെന്ന് ആർക്കറിയാം? എങ്ങനെയായാലും ദിവ്യയ്ക്കിപ്പോൾ മനസ്സിലായി വേർ ഷീ സ്റ്റാൻഡ്സ്. ഇനിയിപ്പോൾ ഈ ദിവ്യയ്ക്ക് പകരമാണോ ദിവ്യ സൈറിന് പാർട്ടിയിലോട്ട് വരാനിരിക്കുന്നതെന്ന് കണ്ടറിയണം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.